ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു സൂപ്പർ ഹൈവേ. ഗ്രേറ്റ് ബാരിയർ റീഫ് അടക്കമുള്ള പവിഴപ്പുറ്റുകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകമെമ്പാടും ഉയരുമ്പോൾ പ്രതീക്ഷയാവുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിരഹസ്യമായൊരു സൂപ്പർ ഹൈവേ. മനുഷ്യർക്ക് സഞ്ചരിക്കാനുള്ള സൂപ്പർ ഹൈവേയുടെ കാര്യമല്ല പറയുന്നത്. ലാർവകളെ വഹിക്കുന്ന സമുദ്ര ജലപ്രവാഹ പാതകളാണ് സമുദ്രാന്തത്തിലെ ഈ സൂപ്പർ ഹൈവേകൾ. ദശലക്ഷക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ ദൂരം അകലെ വരെ കോറൽ ലാർവകളെത്തി അവിടം പുതിയ പവിഴപ്പുറ്റുകൾ രൂപപ്പെടുമെന്നതാണ് ഈ സൂപ്പർ ഹൈവേയുടെ പാരിസ്ഥിതിക പ്രാധാന്യം. പവിഴപ്പുറ്റുകളെ വീണ്ടെടുക്കാനുള്ള ഗവേഷകരുടെ അന്വേഷണങ്ങളിൽ ഈ സൂപ്പർ ഹൈവേയുടെ കണ്ടെത്തൽ നിർണായകമാവുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കോറൽ എഗ്ഗുകളും സ്പേമുകളും ഒന്നുചേർന്നുണ്ടാകുന്ന എംബ്രിയോയാണ് കോറൽ ലാർവയായി മാറുന്നത്. പ്ലാനുല എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം സമുദ്രോപരിതലത്തിൽ ഈ പ്ലാനുലകൾ ഒഴുകി നടക്കും. മെല്ലെ ഇത് കടലിന് അടിയിലേക്കുമെത്തും. കല്ലും മണ്ണുമൊക്കെ അടങ്ങുന്ന അടിത്തട്ടിൽ എത്തിച്ചേരുന്ന പ്ലാനുലയാണ് പിന്നീട് പുതിയ പവിഴപ്പുറ്റ് കോളനിയായി രൂപപ്പെടുന്നത്. വർഷത്തിൽ 4 ഇഞ്ച് വലുപ്പത്തിലാകും ഇവ വളരുകയെന്നതാണ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സീഷെൽസ് ദ്വീപിന് സമീപം സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റ് ശേഖരങ്ങളിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള സഞ്ചാരത്തിന് ലാർവകൾ ഇത്തരമൊരു സൂപ്പർ ഹൈവേയാണ് ആശ്രയിക്കുന്നത്. ഈ കണ്ടെത്തലാണ് സമുദ്രത്തിനടിയിലെ ലാർവ സൂപ്പർ ഹൈവേ എന്ന പ്രതിഭാസത്തെ തിരിച്ചറിയുന്നതിലെത്തിച്ചത്. സീഷെൽസ് ദ്വീപുകൾക്ക് സമീപത്തായുള്ള 19 പവിഴപ്പുറ്റു ശേഖരങ്ങളെയാണ് ഗവേഷകർ ഇതിനായി പഠിച്ചത്. സമീപകാലത്ത് നടത്തിയ വിശകലനങ്ങളിൽ പവിഴപ്പുറ്റുകളുടെ ജീൻ ഫ്ലോയുടെ തെളിവുകളും ഗവേഷകർക്ക് ശേഖരിക്കാനായി. കോറൽ ലാർവകൾ ഈ പാതയിലൂടെ സഞ്ചരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിവരങ്ങളാണ് ജീൻ ഫ്ലോ പഠനത്തിലൂടെ വെളിവായത്. പവിഴപ്പുറ്റുകളുടെ സജീവമായ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപയോഗപ്രദമാകുമെന്നാണ് ഗവേഷകരുടെ ശുഭപ്രതീക്ഷ. കോറൽ ബ്ലീച്ചിങ്ങിലൂടെ ലോകമെമ്പാടുമുള്ള പവിഴപ്പുറ്റുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ മാറ്റവും ഇവ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. എൽനിനോ പ്രതിഭാസം നാശത്തിന്റെ തീവ്രത കൂട്ടുന്നു. പവിഴപ്പുറ്റുകളുടെ പുനരുജ്ജീവനം കോറൽ ലാർവകളുടെ വ്യാപനത്തിലൂടെ സാധ്യമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഗവേഷക ലോകം.